പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വെന്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ഈ എൽദ ദനഹ നോയമ്പിലേക്ക്, അല്ലെ, ക്രിസ്മസിൻ്റെ ഒരു സന്തോഷമായ ഒരു ദിവസം, ക്രിസ്മസിൻ്റെ ഒരു അനുഗ്രഹപ്രദമായ ഒരു ദിവസത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. നമുക്കറിയാം, ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിൻ്റെ നാമം സ്വീകരിക്കുന്ന ഒരു ഭാഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. നീ ഒരു പുത്രനെ പ്രസവിക്കും, യേശു എന്ന് പേരിടണം. യേശു, യശോവ, അതായത് രക്ഷകൻ. യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം തന്നെ രക്ഷിക്കാനും ഈ ലോകത്തെ സ്നേഹിക്കാനും ലോകത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് യേശു കടന്നു വന്നത്. അപ്പം നമ്മൾ പറയും, സീസൺ ഓഫ് ജോയ്, ജോയ് ടു ദ വേൾഡ്, ദ മസ്സയ ഹാസ് കം. അപ്പം ലോകത്തിൻ്റെ സന്തോഷം, ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് കടന്നു വന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ യേശു എന്ന പദം എന്ന് പറഞ്ഞാൽ തന്നെ അത് കർത്താവിൻ്റെ ഒരു അനുഗ്രഹം, ശക്തി ഭൂമിയിൽ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹവും ശക്തിയും ഭൂമിയിൽ കാണിക്കുമ്പോൾ അതൊരു അനുഗ്രഹം തന്നെയാണ്, നമുക്ക് മനസ്സിലാക്കണം. പിന്നെ എല്ലാ പാപം മുഖേന ഉണ്ടാവുന്നത് കർത്താവിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നുപോയ ജനതയെ തിരിച്ചു ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് യേശു കടന്നു വന്നത്. നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൽ നിന്ന് അകന്നുപോയ ഒരു വ്യക്തിയും അത് ഇന്നും അകന്നു പോകുന്നവരല്ല. ദൈവം, യേശു, രക്ഷകൻ ചേർത്ത് പിടിക്കും. പിന്നെ എല്ലാ പാപത്തിൽ നിന്നും പൂർണ്ണമൊരു മോചനം നൽകാൻ വേണ്ടിയാണ് യേശു കടന്നു വന്നിരിക്കുന്നത്. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് മനസ്സിലാക്കാം, രക്ഷകൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. രക്ഷകൻ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. രക്ഷകൻ നമ്മളെ ഒരുപാട് അഭിഷേകം നൽകുന്നുണ്ട്. ഈ ക്രിസ്മസ് കാലം നമുക്കെല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം.